നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാബി അലോൺസോയുടെ കീഴിൽ ഈ സീസണിൽ ഒരു മികച്ച തിരിച്ചുവരവ് നടത്താനുള്ള ഒരുക്കത്തിലാണ് ചെൽസി. ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവർ ഇറങ്ങി കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നും അവർ സൈനിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും മോർഗൻ റോജേഴ്സിൻ്റെ വരവാണ്. 117 ബില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനാണ് അദ്ദേഹത്തെ എത്തിച്ചത്. വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകം അത്ഭുതം കൂറിയൊരു ട്രാൻസ്ഫർ ആയിരുന്നു അത്. അത്ര വലിയൊരു പ്രൈസ് ടാഗ്. എന്തായാലും അതിനൊത്തൊരു പ്രകടനം താരം നടത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ചെൽസി ഇറ്റാലിയൻ വിങ് ബാക്ക് മാർക്കോ പാലസ്ട്രയെ ടീമിലേക്ക് എത്തിച്ചു. അതും ചെറിയ തുകക്കല്ല, 43 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനാണ് അറ്റ്ലാന്റയിൽ നിന്ന് താരത്തെ എത്തിച്ചത്. സോ ബാക്ക് ഫോർ രൂപത്തിലേക്ക് ഡിഫൻസിന് കൊണ്ടുപോകും സാബി അലോൺസോ എന്നുള്ളൊരു ഹിൻഡ് ആ ഒരു സൈനിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർ നടത്തിയിട്ടുള്ളത്, ഇന്നിപ്പോൾ ലക്രോയിക്സിനെ അവർ ടീമിലേക്ക് എത്തിച്ചു. മാക്സിൻസ് ലക്രോയിക്സ് 52 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനാണ് താരത്തെ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം ഫ്രാൻസിനോടൊപ്പം ഈ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. കിട്ടിയ അവസരങ്ങളിൽ മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ചെൽസിയുടെ ഡിഫൻസിൻ്റെ ശക്തി പകരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഏതായാലും അദ്ദേഹം നമുക്കറിയാം, പ്രീമിയർ ലീഗിലേക്ക് എത്തിയതിന് ശേഷം ക്രിസ്റ്റൽ പാലസിലുള്ള സമയത്ത് മികച്ച പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. അതിനൊരു തുടർച്ച ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ ഒരു സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ആയിരുന്നു. പിന്നെ നോക്കുക, ഇനി യുവതാരങ്ങൾക്കൊപ്പം വെറ്ററന്മാരെ കൂടി ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് ആ ഒരു മിക്സ് പെർഫെക്റ്റ് ആവുകയുള്ളൂ. അതിനുവേണ്ടി ഡാനി വെൽബക്കും ജോർഡൻ ഹെൻഡേഴ്സണും ചെൽസിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെൽബക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നേറ്റ നിരയിൽ ആ ഒരു വേഴ്സിറ്റാലിറ്റി, ടാക്റ്റിക്കൽ വേഴ്സിറ്റാലിറ്റി സാബി അലോൺസോക്ക് ലഭിക്കും. ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഡാനി വെൽബക്ക്. അതോടൊപ്പം തന്നെ ഹെൻഡേഴ്സൺ വരുമ്പോൾ നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ടീമിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയും സൈനികങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില താരങ്ങൾ സ്ക്വാഡിൽ നിന്ന് പുറത്തു പോവേണ്ടതുമുണ്ട്. എന്തായാലും ചെൽസി ഒരുങ്ങി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.